ലോകത്തിലെ ഏറ്റവും തന്ത്രപ്രധാനമായ സമുദ്രപാതകളിലൊന്നായ ഹോർമുസ് കടലിടുക്ക് ഇന്ന് ആഗോള രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ പോർക്കളമായി മാറിയിരിക്കുകയാണ്. ഇറാന്റെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലൊടിക്കാനും അവരെ ലോക രാജ്യങ്ങളിൽ നിന്ന് ഒറ്റപ്പെടുത്താനുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച നാവിക ഉപരോധം പാളുന്ന കാഴ്ചയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ട്രംപിന്റെ അവകാശവാദങ്ങളെ നിഷ്പ്രഭമാക്കുന്ന കണക്കുകളും സംഭവ വികാസങ്ങളുമാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇറാന്റെ ഒരു തുള്ളി എണ്ണ പോലും അന്താരാഷ്ട്ര വിപണിയിൽ എത്തില്ലെന്നും അവരുടെ കപ്പലുകളെ പൂർണ്ണമായും തടയുമെന്നും US സെൻട്രൽ കമാൻഡ് വലിയ പ്രഖ്യാപനങ്ങൾ നടത്തിയിരുന്നു. എന്നാൽ അന്താരാഷ്ട്ര ഷിപ്പിംഗ് ഡാറ്റ ഏജൻസിയായ വോർടെക്സ പുറത്തുവിട്ട വിവരങ്ങൾ അമേരിക്കയെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്നതാണ്. ഏപ്രിൽ 13-ന് ഉപരോധം കർശനമാക്കിയതിനു ശേഷം അമേരിക്കൻ നാവികസേനയുടെ കണ്ണ് വെട്ടിച്ച് 34 ഇറാനിയൻ ടാങ്കറുകൾ വിജയകരമായി ഹോർമുസ് കടലിടുക്ക് പിന്നിട്ട് കഴിഞ്ഞു. അമേരിക്കയുടെ ഈ ഉപരോധ പരാജയം കേവലം ഒരു കണക്കിൽ ഒതുങ്ങുന്നതല്ല. ഈ കപ്പലുകൾ വഴി ഏകദേശം 10.7 ദശലക്ഷം ബാരൽ അസംസ്കൃത എണ്ണയാണ് ഇറാൻ വിദേശ വിപണിയിലെത്തിച്ചത്. അന്താരാഷ്ട്ര വിപണിയേക്കാൾ കുറഞ്ഞ നിരക്കിലാണെങ്കിൽ പോലും ഈ ടാങ്കറുകൾ വഴി മാത്രം ഏകദേശം $910 ദശലക്ഷം വരുമാനം നേടാൻ ഇറാന് സാധിച്ചു. ഇത് അമേരിക്കയുടെ ഉപരോധ തന്ത്രം വൻ വിജയമാണെന്നുള്ള ട്രംപിന്റെ അവകാശവാദങ്ങളെ പൂർണ്ണമായും തള്ളിക്കളയുന്നതായിരുന്നു. അമേരിക്കയുടെ അത്യാധുനിക റഡാർ സംവിധാനങ്ങളെയും സാറ്റലൈറ്റ് നിരീക്ഷണങ്ങളെയും വിശ്വസിച്ചിരുന്ന ട്രംപ് ഭരണകൂടത്തിന് ഇത് വലിയ നാണക്കേടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഡോറന പോലുള്ള ഇറാനിയൻ സൂപ്പർ ടാങ്കറുകൾ തങ്ങളുടെ ട്രാൻസ്പോണ്ടറുകൾ ഓഫ് ചെയ്ത് ഡാർക്ക് ഷിപ്പിംഗ് രീതിയിൽ US നാവികസേനയുടെ മുന്നിലൂടെ സഞ്ചരിച്ചു എന്നത് അമേരിക്കയുടെ സമുദ്ര സുരക്ഷാ നിലവാരത്തെ തുടർന്ന് വലിയ ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. സൈനികമായ ഈ പരാജയം അമേരിക്കൻ ഭരണകൂടത്തിനുള്ളിൽ വലിയ പൊട്ടിത്തെറികൾക്കും കാരണമായിട്ടുണ്ട്. ട്രംപ് ഏർപ്പെടുത്തിയ ഉപരോധം കാര്യക്ഷമമല്ല എന്ന് കണ്ടതോടെ അതിന്റെ ഉത്തരവാദിത്തം ചുമത്തി US നാവികസേനാ സെക്രട്ടറി ജോൺ ഫെലാനെ പുറത്താക്കേണ്ടി വരുന്ന സാഹചര്യം വരെ ഉണ്ടായി. തന്റെ വിശ്വസ്തനായ പീറ്റ് ഹെക്സേത്തുമായി അടുത്ത ബന്ധം പുലർത്താനിരുന്ന ഫെലാനെ ബലിയാടാക്കി തനിക്കെതിരെ ഉയർന്ന വിമർശനങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനാണ് ട്രംപ് ഇപ്പോൾ ശ്രമിക്കുന്നത്. എന്നാൽ ഈ നീക്കങ്ങളൊന്നും ഇറാന്റെ മുന്നേറ്റത്തെ തടയാൻ പര്യാപ്തമാകുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. അമേരിക്കൻ ഭീഷണികൾക്ക് മുന്നിൽ മുട്ടുമടക്കുന്നതിന് പകരം കൂടുതൽ കരുത്തോടെ തിരിച്ചടിക്കാനാണ് ഇറാൻ ഇപ്പോൾ ശ്രമിക്കുന്നത്. US-ന്റെ കർശനമായ മുന്നറിയിപ്പുകൾ അവഗണിച്ച് ഇറാൻ 2 വിദേശ കപ്പലുകൾ കൂടി പിടിച്ചെടുത്തിരിക്കുകയാണ്. അമേരിക്കൻ സൈന്യം ഒമാൻ കടലിൽ വെച്ച് ഇറാന്റെ വാണിജ്യ കപ്പൽ പിടിച്ചെടുക്കുന്നതിന് കൃത്യമായ മറുപടിയാണ് ഇതിലൂടെ ഇറാൻ നൽകുന്നത്. ഹോർമുസ് കടലിടുക്കിലെ നിയന്ത്രണം ഇപ്പോൾ പൂർണ്ണമായും ഇറാന്റെ കയ്യിലാണെന്ന് ലോകത്തിന് മുന്നിൽ കാണിക്കാൻ അവർക്ക് സാധിച്ചിരിക്കുന്നു. അതുവഴി ലോകത്തെ എണ്ണ വിതരണം ഏത് നിമിഷവും തടസ്സപ്പെടുമെന്ന രീതിയിലാണ് മറ്റു രാജ്യങ്ങൾ. ട്രംപ് വെടിനിർത്തൽ നീട്ടിയതായി പ്രഖ്യാപിച്ചിട്ടും ഇറാൻ അത് കാര്യമാക്കാത്തത് അമേരിക്കയുടെ ലോകാധികാര മോഹങ്ങൾക്ക് ഏൽക്കുന്ന കനത്ത തിരിച്ചടിയാണ്. ട്രംപിന്റെ ഭീഷണികൾക്ക് വഴങ്ങാതെ ഇറാൻ തുടരുന്ന ഈ പ്രത്യാക്രമണങ്ങൾ അമേരിക്കയ്ക്കും ട്രംപിനും മേൽ ആഗോളതലത്തിൽ വലിയ സമ്മർദ്ദം സൃഷ്ടിക്കുമെന്നതിൽ തർക്കമില്ല. ഇതുവഴി ആഗോള സമ്പദ് വ്യവസ്ഥയിൽ ഉണ്ടാകുന്ന വലിയ പ്രതിസന്ധികൾക്ക് പൂർണ്ണ ഉത്തരവാദി ട്രംപിന്റെ പിടിവാശികൾ മാത്രമായിരിക്കും.